ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചേച്ചിമാരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഏറ്റവും ഇളയ ചേച്ചിയുടെ വീട്ടിൽ ടക്കേന്നുണ്ടാക്കിയ ഒരു മുട്ടച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി അല്ല, നമ്മളത് ചെയ്യുന്നത് ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ അരി വേവിച്ചിട്ട്, ബസ്മതി റൈസാണ് അത്, വേവിച്ചിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ്. എന്നെയാണ് കേട്ടോ അവിടെ ഊറ്റാനിരുത്തിയത്. സത്യം പറയാലോ, അത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനത് ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കണ്ട, ഒരു ശകലം വേവിച്ചാൽ മതി. ബാക്കി വേവ് അത് പെട്ടെന്ന് വെന്ത് പോകുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കിടന്ന് അങ്ങ് വെന്തോളും. പിന്നെ നമ്മൾ ചിക്കൻ കറിക്കകത്ത് ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ്, ഒരുപാട് ഫ്രൈ ആക്കാണ്ട് തന്നെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം വെക്കുന്ന കറിയാണ്. വലിയ എരിവുകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അധികം എക്സ്ട്രാ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ചിക്കൻ മസാല ഒഴിച്ചിട്ട് ബാക്കി മറ്റ് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാലകളും സ്പൈസസും ഒക്കെ ചേർത്ത് തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് ചെയ്തിട്ടുള്ളതാണ്. സത്യം പറയാമല്ലോ, നല്ല അടിപൊളി കറിയായിരുന്നു. അധികം എരിവും ഇല്ല, എന്നാൽ കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ചോറുണ്ടല്ലോ, ഉപ്പിട്ട് വേവിക്കണമായിരുന്നു. അത് ഞാൻ മറന്നുപോയതാണ്. ഉപ്പിട്ട് വേവിച്ചാവും നമ്മുടെ ചോറ്, എല്ലാവർക്കും അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ചോറ് ഇതേപോലെ ക്യാരറ്റ്, നമ്മുടെ നെയ്യിൽ ക്യാരറ്റ്, അതുപോലെ ഗ്രീൻ പീസ്, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഈ ചോറിട്ട് നമ്മുടെ ചേട്ടൻ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ പറയാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സോസ് ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ റൈസിന് പകരം ഇങ്ങനെ മുട്ടച്ചോറാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ. ചേട്ടൻ്റെ കൈപ്പുണ്യം കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ട. പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ടാ.